പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പിന്റെ ആദ്യ ആഴ്ചയിലെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച, ഈ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച കൂടിയാണ്. സുപ്രധാനമായ അനുഗ്രഹപൂർണമായ ദിവസത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു. പ്രോപ്രിയായി നൽകപ്പെട്ടിരിക്കുന്ന ക്രമം അനുസരിച്ച് ഇന്ന് സകല വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും തിരുനാൾ കൂടിയാണ്. എല്ലാ സ്വർഗവാസികളായ ഈ വിശുദ്ധരും നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കട്ടെ. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 9 വരെ വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോയ്ക്ക് ഭയം കൂടാതെ സാക്ഷ്യം നൽകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം. മിക്ക മനുഷ്യരും ഏതെങ്കിലുമൊക്കെ ഭയങ്ങളാൽ നയിക്കപ്പെടുന്നവരാണെന്ന് ആധുനിക മനഃശാസ്ത്രം പറയാറുണ്ട്. സത്യത്തിൽ ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രമാണ്. ദൈവഭയം അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ്. ആ ദൈവഭയം അറിവിന്റെ ആരംഭമാണെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുമുണ്ട്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നു, പിശാചിനെ കുറിച്ചും നമ്മൾ അല്പം ഭയം കലർന്ന കരുതലോടെ ജീവിക്കണം. കാരണം പിശാച് ഒരാളെ പാപത്തിൽ വീഴിച്ച് കൊല്ലുന്നു, അതിനുശേഷം ആത്മാവിനെ നിത്യമായി നരകത്തിലേക്ക് നശിപ്പിക്കാനായി എറിയുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നു, മരണശേഷം ആത്മാവിനെ പാതാളത്തിലേക്ക് നരകത്തിലേക്ക് എറിയാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അത് പിശാചിനെ കുറിച്ചുള്ള സൂചനയാണെന്ന് സഭാപിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടത്, ജാഗ്രതയോടെ ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ പിശാചിനെ നമ്മൾ ഈ കാര്യത്തെ ഓർത്ത് ഭയപ്പെട്ട് അകറ്റി നിർത്തേണ്ടതുണ്ടെന്ന് തിരുവചനം പറയുന്നു. ആത്മാവിന്റെ നാശം സംഭവിക്കുന്ന പാപത്തെക്കുറിച്ച് നമ്മൾ കരുതലുള്ളവരായിരിക്കണമെന്നും കഴിയുന്നത്ര അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നും ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞങ്ങൾ ഈശോയുടെ കുരിശിനെയും പീഡാസഹനത്തെയും പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഈ ദിവസത്തിൽ ഈശോയുടെ വിശുദ്ധ കുരിശിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപത്തെക്കുറിച്ച് കരുതലോടെ ഇരിക്കാനും ജാഗ്രതയോടെ അതിനെ അകറ്റി നിർത്താനുമുള്ള ശക്തിയും ബലവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ കുരിശിന്റെ യോഗ്യതയാൽ, കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിച്ച് ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എപ്പോഴും ആ പ്രസാദപരാവസ്ഥയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.